എൻ്റെ സ്നേഹം മാതുല്യമേ, ഈ ലോക സ്നേഹം മാറിപ്പോകും. എൻ്റെ സ്നേഹം മാതുല്യമേ, എല്ലാവരും എന്നെ കൈവിട്ടാലും എൻ ദൈവം എന്നെ കൈവിടില്ല. രക്ഷകനാ എൻ ദൈവം എന്നെ കൈവിടില്ല, അവനെന്നും എൻ്റെ രക്ഷകനാ. ഈ ലോക സ്നേഹം മാറിപ്പോകും, എൻ ദൈവ സ്നേഹം മാതുല്യമേ. ഈ ലോക സ്നേഹം കൈവിടില്ല. എല്ലാവരും എന്നെ കൈവിട്ടാലും എൻ ദൈവം എന്നെ കൈവിടില്ല. ഈ ലോക സ്നേഹം മാറിപ്പോകും, എൻ ദൈവ സ്നേഹം മാതുല്യമേ. ഈ ലോക സ്നേഹം മാറിപ്പോകും, എൻ ദൈവ സ്നേഹം മാതുല്യമേ. നാനാവിധമാം ശോധനകൾ എൻ ജീവിതത്തിൽ വരുമ്പോഴും, നാനാവിധമാം ശോധനകൾ എൻ ജീവിതത്തിൽ വരുമ്പോഴും, നീ മാത്രമെൻ്റെ ആശ്രയമേ, നീ മാത്രമെൻ്റെ ആശ്വാസമേ. നീ മാത്രമെൻ്റെ ആശ്രയമേ, നീ മാത്രമെൻ്റെ ആശ്വാസമേ. ഈ ലോക സ്നേഹം മാറിപ്പോകും, എൻ ദൈവ സ്നേഹം മാതുല്യമേ. ഈ ലോക സ്നേഹം മാറിപ്പോകും, എൻ ദൈവ സ്നേഹം മാതുല്യമേ. എല്ലാവരും എന്നെ കൈവിട്ടാലും എൻ ദൈവം എന്നെ കൈവിടില്ല. എല്ലാവരും എന്നെ കൈവിട്ടാലും എൻ ദൈവം എന്നെ കൈവിടില്ല. ഈ ലോക സ്നേഹം മാറിപ്പോകും, എൻ ദൈവ സ്നേഹം മാതുല്യമേ. ഈ ലോക സ്നേഹം മാറിപ്പോകും, എൻ ദൈവ സ്നേഹം മാതുല്യമേ.
മനോഹരമായൊരു ഫാമിലി സോങ് എടുപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. പ്രിയ പ്രവീൺചാണ്ടിയും കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തായി റിപ്പോർട്ട് വായനയ്ക്കായി സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 16/11/2025 നടന്ന PEPA പ്രോഗ്രാം റിപ്പോർട്ട്. ദൈവത്തിന് സ്തോത്രം. ബ്രദർ ഡേവിസ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട മീറ്റിങ്ങിൽ ബ്രദർ സുജിത്ത് മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിച്ചു. തുടർന്ന് സിഫോൺ സുജിത്തിൻ്റെ മനോഹരമായ ഒരു ഗാനം ആലപിച്ചതിന് ശേഷം സെക്രട്ടറി കഴിഞ്ഞ മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് സങ്കീർത്തന മനപ്പാഠം ബലജി മനപ്പാഠം പറഞ്ഞതിന് ശേഷം ഒരു ഗാനം സിസ്റ്റർ മോളി മാത്യു മനോഹരമായി ആലപിക്കുകയും ചെയ്തു. തുടർന്ന് സിസ്റ്റർ അദീന നടത്തിയ ബൈബിൾ ക്വിസിൽ ബ്രദർ എയ്സി തിമത്തി 1ാം സ്ഥാനം നേടുകയും ചെയ്തു. തുടർന്ന് മുടിയൻ പുത്രൻ എന്ന വ്യത്യസ്തമായ പ്രോഗ്രാം സിസ്റ്റർ ഒലിവിയ വളരെ മനോഹരമായി അവതരിപ്പിക്കുകയും തുടർന്ന് ആക്ഷൻ സോങ് ആൻ മേരി മനോഹരമായി അവതരിപ്പിച്ചതിന് ശേഷം തുടർന്ന് സിസ്റ്റർ സൗമ്യ നടത്തിയ സ്പെഷ്യൽ പ്രോഗ്രാമിൽ ബ്രദർ എയ്സി തിമത്തി 1ാം സ്ഥാനം നേടുകയും ചെയ്തു. തുടർന്ന് അധ്യക്ഷൻ ആശംസയായി ചില വാക്കുകൾ സന്ദേശമായി ഓർപ്പിക്കുകയും പങ്കെടുത്ത എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം നൽകിയതിന് ശേഷം പാസ്റ്റർ പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിച്ചു. ഇന്ന് PEPക്ക് വേണ്ടി സെക്രട്ടറി. അടുത്തതായി ചിന്ത സിസ്റ്റർ ഏഞ്ചൽ ആൻ്റണി. Praise Lord. Greetings to all in the matchless name of Jesus Christ, to pastors and coordinator uncles and my brothers and sisters, uncles and aunts and everyone. Praise the Lord. സ്തോത്രം. ഇന്നത്തെ ഒരു ചെറിയ ചിന്തയ്ക്കായിട്ട് ഈ ദിവസങ്ങളിൽ ദൈവം എന്നോട് ഇടപെട്ടിരിക്കുന്ന ഒരു ചെറിയ വചനത്തിൻ്റെ ഭാഗം ഷെയർ ചെയ്യാൻ ഞാൻ ദൈവത്തിൽ ആഗ്രഹിക്കുന്നു. പ്രൈസ് ലോർഡ്. കാത്തിരിക്കുന്ന നമ്മുടെ പിതാവിൻ്റെ മുഖം, അതിനെക്കുറിച്ചുള്ള ആസ്പദമാക്കിയുള്ള ചില വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ചിലർ താമസിക്കുമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. 2 പത്രോസ് 3:9-10. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ പിതാവായ ദൈവം അവിടെ വേഗം വരുവാൻ വേണ്ടി അവിടെ ആഗ്രഹിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ പലരിലും മനസാന്തരം വരാനും ആൻഡ് അവിടെ കാത്തിരിക്കുന്ന ഒരു അവസ്ഥ നമ്മളും കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് വേഗം വരുവാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ബട്ട് ഓൾസോ നമ്മുടെ ദൈവവും നമ്മൾ ദൈവസഭ ക്രിസ്തു ആയിരിക്കുന്ന തലയോളം വരെ വളരുവാൻ വേണ്ടിയിട്ട് അവിടെ കാത്തിരിക്കുന്ന ആ ഒരു ഭാഗം ഇവിടെ നമുക്കും കാണാൻ പറ്റും. പിന്നെ വേറൊരു ഭാഗം ലൂക്കോസ് 15:20. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞു ഓടിച്ചെന്നു. ദൂരത്ത് നിന്ന് അവിടെ അപ്പൻ അവിടെ കാണണമെങ്കിൽ മുടിയൻ പുത്രനെ കാണണമെങ്കിൽ അവിടെ ഒരു വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഹൗസിൻ്റെ പുറത്തു നിന്ന്. അപ്പോൾ അങ്ങനെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറൊരു വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവർത്തന പുസ്തകം 1:33. പാളയമിറങ്ങേണ്ടതിന് നിങ്ങൾക്ക് സ്ഥലം അന്വേഷിക്കുവാനും നിങ്ങൾ പോകേണ്ട വഴി നിങ്ങൾക്ക് കാണിച്ചു തരുവാനും രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുൻപായി നടന്ന നിങ്ങളുടെ ദൈവമായ യഹോവ. പ്രൈസ് ലോർഡ്. ഫോർ റീസെൻറ്റ് ഡേയ്സിലായിട്ട് ഒരു നെയ്ബറിങ് ഒരു കുഞ്ഞ് മകൻ ആയിട്ടുള്ള ഒരു കുറച്ച് ടൈം അവനെ നോക്കുവാൻ ദൈവം കൃപ തന്നു, മമ്മിയിൽ കൂടെ ഡാഡിയും കൂടെ. അപ്പോൾ അവിടെ ആ കുഞ്ഞ് ഇങ്ങനെ ഓടിച്ചാടി ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ നമ്മൾ അവൻ്റെ മുൻപിൽ തന്നെ ആയിരിക്കണം. അവിടെ ഒരു വെയിറ്റിംഗ് നമ്മൾ ചെയ്യണേ വേണം. അല്ലെങ്കിൽ എന്താ അവിടെ ആക്സിഡൻറ്റ് ഓർ വാട്ട് എവർ കൈൻഡ് ഓഫ് തിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഈ വചനം എന്നോ ദൈവം ഇങ്ങനെ ഓർമ്മിപ്പിച്ചത് നമ്മുടെ പിതാവായ ദൈവവും ഏറ്റവും മുൻപിൽ നമ്മൾക്ക് വേണ്ടിയും ഓരോരുത്തർ ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പിതാവ്, കാത്തിരിക്കുന്ന പിതാവിനെ കണ്ടിട്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഈ ചെറിയ ജീവിതം ദൈവം തന്നത് അവിടെ നമുക്ക് കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കാം എന്ന ചെറിയ ചിന്തയോടെ ഞാൻ എൻഡ് ചെയ്യാൻ വിചാരിക്കുന്നു. പ്രൈസ് ലോർഡ്. താങ്ക്സ്. ദൈവത്തിന് സ്തോത്രം. കാത്തിരിക്കുന്ന ദൈവത്തെ ഒന്ന് ചിന്തിക്കുന്ന ഒരു നല്ലൊരു ചിന്ത നമുക്ക് ഈ സിസ്റ്റർ പങ്കുവച്ചു. ദൈവം ഇനിയും ഉപയോഗിക്കട്ടെ. അടുത്തതായി പാട്ട്
സിസ്റ്റർ ഒലിവിയ ആൻഡ് സൗമ്യ. പ്രൈസ് ദി ലോർഡ്. ഈ വർഷത്തിൻ്റെ ആദ്യത്തെ PAP-യിൽ ഞങ്ങൾക്കൊരു ഗാനം ആലപിക്കാൻ ദൈവം അവസരം തന്നതിനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിന്നെയും പരിധികളില്ലാതെ നമ്മൾ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു ഗാനം ഞങ്ങൾ പാടാൻ ആഗ്രഹിക്കുന്നു. നന്ദി
40 നാളോളം നമ്മുടെ കൂടെ വസിച്ചിട്ട് എന്നിൽ ജീവനുണ്ടെന്ന് ഉറപ്പേകിയതും നാഥൻ പോയതുപോലെയും വീണ്ടും വേഗം വന്നിടും. ആത്മബലത്തോടെ നാം കാത്തിരുന്നിടാം. നാഥൻ പോയതുപോലെയും വീണ്ടും വേഗം വന്നിടും. ആത്മബലത്തോടെ നാം കാത്തിരുന്നിടാം. നന്ദി 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 ദൈവമേ, ഞാനായതിൻ ആധാരം നീയേ. നന്ദി 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 യേശുവേ, എൻ വിശ്വാസത്തിൻ ആരംഭം നീയേ. നന്ദി 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 ദൈവമേ, ഞാനായതിൻ ആധാരം നീയേ. നന്ദി 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 യേശുവേ, എൻ വിശ്വാസത്തിൻ ആരംഭം നീയേ. മനോഹരമായ ഒരു ഗാനം കേൾപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. പാടിയ സഹോദരിമാരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും ദൈവനാമഹത്വത്തിനായി പ്രയോജനപ്പെട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായി അനുഭവങ്ങൾ സിസ്റ്റർ ഉഷ സുകുമാരൻ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ബഹുമാന അധ്യക്ഷനും ദേവദാസന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കുഞ്ഞുങ്ങൾക്കെല്ലാം വന്ദനം പറയുകയാണ്. എൻ്റെ സാക്ഷ്യം പലരും കേട്ടിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഇന്ന് സഭാമധ്യേ ദൈവസന്നിധിയിൽ ഒരു സാക്ഷിയായി നിൽപ്പാൻ ദൈവം സഹായിച്ച വലിയ സ്നേഹത്തിനായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പേര് കേട്ടപ്പോൾ തന്നെ അറിയാം, ഹൈന്ദവ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ജനിച്ചു വളർത്തപ്പെട്ടു. 1982 വിവാഹിതരായി. ദൈവം ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ 3 മക്കളെ ദൈവം നൽകി തന്നു. എൻ്റെ ചേട്ടൻ വളരെ ഒരു ശബരിമല ഭക്തനായിരുന്നു. 17 വർഷം മലക്കി പോയ വ്യക്തിയൊക്കെയാണ്. അങ്ങനെ ഇരിക്കാൻ ഞങ്ങൾക്ക് ജീവിതത്തിൽ അപ്പോഴും പലവിധ പ്രയാസങ്ങളൊക്കെയും കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ 1992-93 കാലയളവിൽ ഒരു വലിയ കഷ്ടത ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. അത് ചേട്ടൻ്റെ കാലിന് വേദനയായിട്ടാണ് വന്നത്. അന്ന് നമ്മൾ ഈ രോഗമൊക്കെ വന്നപ്പോൾ ഹൈന്ദവ ആചാരപ്രകാരം ഞങ്ങൾ അമ്പലത്തിൽ കാലെടുത്ത് നമ്മൾ രൂപം വയ്ക്കുക, അങ്ങനെയുള്ള വഴിപാടുകളൊക്കെയും ചെയ്തു. എന്നാൽ രോഗം വളരെ കഠിനമായി, വേദനയാൽ നടക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അങ്ങനെ അഡ്മിറ്റായി ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോഴാണ് അതിൻ്റെ വലിപ്പം ഞങ്ങൾക്ക് മനസ്സിലായത്. 3 ചെറിയ കുഞ്ഞുങ്ങൾ ചെറുപ്രായത്തിൽ. ചേട്ടൻ്റെ ഒരു സൈഡ് തളർന്നു പോയി. അപ്പോഴേക്കും വേദന കൊണ്ട് ട്രാക്ഷൻ ഇട്ടു, പക്ഷേ തളർന്നു പോയ അവസ്ഥയാണ്. അങ്ങനെ ഞങ്ങൾ ഓപ്പറേഷന് വേണ്ടി ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ പോകാനായി കയറിയതാണ്. ആ ഓട്ടോറിക്ഷയിൽ എഴുതിയിരുന്നൊരു വചനപ്രകാരമായിരുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ വചനം എനിക്ക് യേശുവിൻ്റെ വചനമാണെന്ന് പോലും അറിയില്ലായിരുന്നു. ഞാനത് വായിക്കാനിടയായി. ചേട്ടനോട് പറഞ്ഞു, ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഓപ്പറേഷൻ വീട്ടിൽ വന്ന് നടന്നു തുടങ്ങിയപ്പോൾ ഇപ്പുറത്തെ കാലിന് അതുപോലെ തന്നെ ശക്തമായ വേദന അനുഭവപ്പെടാനിടയായി. വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആവുന്ന അവസ്ഥകൾ, ഫിസിയോതെറാപ്പി, അതുപോലെ വീണ്ടും ട്രാക്ഷൻ ഇട്ട് കിടക്കുന്ന അവസ്ഥകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. അപ്പോൾ ജീവിതം വളരെ ഭാരമായി. എന്നുവെച്ചാൽ ഒരാൾ ജോലിക്ക് പോകുന്ന ആൾ രോഗിയായി കിടക്കുന്ന അവസ്ഥ, 3 കുഞ്ഞുങ്ങൾ, വളരെ ചെറുപ്പം, 7 വയസ്സ്, 9 വയസ്സ്, 11 വയസ്സ്, അങ്ങനെയാണ് കുഞ്ഞുങ്ങൾ. ആ ഒരു അവസ്ഥയിൽ വളരെ എങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമെന്നൊക്കെ ഭാരപ്പെട്ട സമയത്ത് ഈ വചനം കേട്ടപ്പോൾ എനിക്ക് ആശ്വാസമൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ അതിലേക്ക് ഒന്നും തിരിഞ്ഞില്ല. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എങ്ങനെയെന്ന്. അങ്ങനെ ഇരിക്കലേ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടൊരു റോമക്കാരാണ്. അവർ പറഞ്ഞു, കുരിയച്ചിറ പള്ളിയിൽ ഒരു പ്രയർ ഗ്രൂപ്പുണ്ട്, അവിടെ പ്രാർത്ഥിച്ചാൽ യേശു സൗഖ്യമാക്കുമെന്ന് പറയുവാനിടയായി. അത് കേട്ട് വെറും സൗഖ്യം മാത്രം ആഗ്രഹിച്ച് ഞങ്ങൾ പ്രയർ ഗ്രൂപ്പിലേക്ക് കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് മനുഷ്യൻ എങ്ങനെ ഉണ്ടായെന്ന്. നിലത്തിലെ പൊടി കൊണ്ട് മനുഷ്യനെടുത്ത് ഉണ്ടാക്കിയത്. ഉൽപ്പത്തിയിലെ
എല്ലാം അവിടെ വിവരിക്കുവാൻ പ്രസംഗത്തിലൊക്കെ പറയുന്നത് കേട്ടു. ഞാൻ ഓർത്തപ്പോൾ കർത്താവ് ഈ പൊടി കൊണ്ടാണോ മനുഷ്യനുണ്ടാക്കിയത്, എന്നാൽ ഒരു കാല് സൗഖ്യമാക്കാൻ ദൈവത്തിന് എത്ര പ്രയാസമാണെന്നൊക്കെ ചിന്തിച്ചു. അങ്ങനെ ഞങ്ങൾ പോന്നു. പക്ഷേ ഞങ്ങൾക്ക് അത്ഭുതകരമായി വലിയ ആശ്വാസം അനുഭവപ്പെട്ടു. അതുകൊണ്ട് 1-2 ആഴ്ചകൾ ഞങ്ങൾ പിന്നെയും അവിടേക്കൊക്കെ കടന്നുപോയി. അങ്ങനെ കടന്നുപോയി ഞങ്ങൾ പ്രാർത്ഥിക്കും. അതുപോലെ ഞങ്ങളുടെ അവിടെ ഒരു അമ്മച്ചി ആദ്യമായിട്ടാണ് വിൻസെൻ്റ് പോളിൻ്റെ ഗ്രൂപ്പിലുള്ള ഒരു അമ്മച്ചി ഞങ്ങൾക്ക് കുറച്ച് പുസ്തകങ്ങളും അവരുടെ പ്രാർത്ഥനകളൊക്കെ തന്നു. അതൊക്കെ ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഈ പ്രയർ ഗ്രൂപ്പുകാർ പറഞ്ഞു ധ്യാനം കൂടാ. അങ്ങനെ ഞങ്ങൾ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് അവിടെ വചനങ്ങളും അതുപോലെ പല ഹൈന്ദവരും മാറി അവരുടെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പോൾ വലിയ വിശ്വാസം തോന്നി. അങ്ങനെ ആ വിശ്വാസത്തിൽ ഞങ്ങൾ തിരിച്ചു വന്നു. ചേട്ടൻ എല്ലാ ഫോട്ടോകളൊക്കെ എടുത്ത് മാറ്റുവാനും അങ്ങനെ ഇരുന്നു. ആ സമയത്താണ് നമ്മുടെ മോളേച്ചി ഏകദേശം ആ സമയത്താണ് സ്നാനപ്പെട്ട് വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ തൊട്ടപ്പുറത്താണ് മോളേച്ചി. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകണ കണ്ടപ്പോൾ മോളേച്ചി എനിക്ക് വചനമൊക്കെ പറഞ്ഞു തരുവാനിടയായി. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കിടയിൽ മധ്യസ്ഥൻ ഒരുവൻ. അപ്പോൾ അതുപോലെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്, വണങ്ങരുത്. അപ്പോൾ ഞാൻ ഈ പള്ളിയിലേക്ക് ഒക്കെ കടന്നു പോകുമ്പോൾ അവിടെ വിഗ്രഹങ്ങളും അവരുടെ മുൻപിൽ അവർ വന്ന് മെഴുകുതിരി കത്തിക്കുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലായി. മാത്രമല്ല നമ്മുടെ സഭയിലെ മാത്യസഹോദരൻ ചേച്ചിയാണ് ഞങ്ങളെ ഇത്രത്തോളം ഇതുപോലെ സഹായിച്ച് ദൈവവചനം പറഞ്ഞു തന്ന്. അപ്പോൾ അവരുടെ മോളേച്ചിയുടെ വീട്ടിലേക്ക് അവർ കടന്നു വരുമ്പോൾ ഞാനൊരു ദിവസം അവരോടും ഇങ്ങനെ എൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ പറയുവാനിടയായി. അന്ന് അവർ വന്ന് എന്നോട് പറഞ്ഞു, ഉഷയ്ക്ക് ഇപ്പോൾ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ അതുവരെ രക്ഷിക്കപ്പെടുക എന്നുള്ളത് അറിയില്ല, എനിക്ക് രക്ഷിക്കപ്പെടുവാൻ. അവർ രക്ഷയേറ്റ് പറയേണ്ട കാര്യമൊക്കെയും പറഞ്ഞു തന്നു. ഞാനന്ന് എൻ്റെ കർത്താവിനെ രക്ഷിതാവായി ഏറ്റെടുക്കാനിടയായി. അതെൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. എനിക്ക് രക്ഷിക്കപ്പെടുന്നതിൻ്റെ പ്രാധാന്യം വളരെ വ്യക്തമായി മനസ്സിലാകുന്നവൻ സഹായിച്ചു, എൻ്റെ അനുഭവത്തിലൂടെ സഹായിച്ചിട്ടുണ്ട്. അന്ന് അവരെന്നോട് പറഞ്ഞു, എനിക്കറിയില്ല കുഞ്ഞുങ്ങളുടെ കാര്യം, ചേട്ടൻ മലയ്ക്ക് പോണ വ്യക്തിയാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ മലയ്ക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിൻ്റെ ഏതൊരാവശ്യവും ദൈവത്തോട് പറയുക എന്ന്. മക്കളപ്പനോട് ചോദിക്കുന്നത് പോലെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം നൽകി. അവനൊക്കെ അവർ പറഞ്ഞു തന്നു. അപ്പം ഞാൻ അന്ന് മുതൽ ദൈവസന്നിധിയിൽ ഒരു ചെറിയ വിഷയം പോലും വരുമ്പോൾ ദൈവസന്നിധിയിൽ ആശ്രയിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ പല വിഷയങ്ങളും ദൈവസന്നിധിയിലിരുന്ന് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനൊരു ദിവസം മോളേച്ചയുടെ കൂടെ ഞാൻ വളരെ എന്താ പറയുക, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ വരിക എന്നുള്ള ചിന്തയിലൊക്കെ മോളേച്ചി മുന്നിൽ നടന്ന് ഞാൻ പിന്നിൽ നടന്നിട്ടൊക്കെയാണ് ആരാധനാലയത്തിൽ കടന്നു വന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഏറ്റവും എന്നെ ആകർഷിച്ചത് വചന ശുശ്രൂഷയാണ്. അതിൽ നമ്മുടെ ഹൃദയത്തിലെ ചിന്തനങ്ങളൊക്കെ ദൈവാത്മാവിൽ സംസാരിക്കുന്നത് അതെന്നെ വളരെ ആകർഷിച്ചു. പിന്നെ ഞാൻ പലപ്പോഴായി ഇവിടെ കടന്നു വന്നു. അങ്ങനെ കടന്നു വന്ന് വചനമൊക്കെ കേട്ടപ്പോൾ സങ്കീർത്തനം 116 ഈ 93 കാലയളവ് തൊട്ട് ഒരു 3-4 വർഷക്കാലം ദൈവവചനം അനേക നന്മകൾ ദൈവത്തിൽ നിന്ന് അനുഭവിപ്പാൻ സഹായിച്ചു. അപ്പോൾ 116 സങ്കീർത്തനത്തിൽ യഹോവ നിനക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് പകരം നീ എന്ത് തരും? ആ വാക്യം എന്നെ വളരെ ഈ സകല ജനവും കാണുക നിൻ്റെ നേർച്ചകളെ കഴിക്കുക എന്നാണ്. നമ്മളിപ്പോൾ ഒരു ഹൈന്ദവാചാരപ്രകാരം എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചാൽ അമ്പലത്തിൽ നമ്മൾ അതിനുള്ള വഴിപാട് കൊടുക്കുക, തുലാഭാരം ചെയ്യുക, അതൊക്കെ ചെയ്താൽ അതോടുകൂടെ ബാധ്യത തീർന്നു. എന്നാൽ ഇവിടെ നമ്മളെ തന്നെയാണ് ചോദിക്കുന്നത്, സാക്ഷിയായി നിൽക്കണം എന്നൊരാഗ്രഹം എൻ്റെ ഹൃദയത്തിൽ വന്നു. ഇതെങ്ങനെ നടക്കുമെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഒരു ഇവിടെ കർത്തൃമേശയൊക്കെ നടക്കുമ്പോൾ എൻ്റെ മാംസം ഭക്ഷിക്കാതെയും എൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിൻ്റെ ഉള്ളിൽ ജീവനില്ല. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മളിതിൽ പങ്കുകാരാവേണ്ടതാണല്ലോ. അതൊക്കെയും എന്നെ ചിന്തിപ്പാനിടയായി. അതുപോലെ 10 കുഷ്ഠരോഗികൾക്ക് യേശു സൗഖ്യം കൊടുത്തിട്ട് 9 പേരും തിരിഞ്ഞുപോയി, ഒരാൾ മാത്രം വന്ന് നന്ദി പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ അമ്മയൊക്കെ പറയും നീ വിശ്വസിച്ചോ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ചേട്ടനും പറയും ചേട്ടന് സൗഖ്യമൊക്കെ കിട്ടിയതാണ്, പക്ഷേ നമ്മളുടെ കുഞ്ഞുങ്ങൾ അത് ഓർത്തിട്ട് നീ ഇങ്ങനെ പോകണ്ട, നമ്മൾക്ക്
വിശ്വസിക്കാതിരിക്കുക എന്നൊക്കെയും പറഞ്ഞു. എന്നാൽ നമ്മൾ നന്ദിയില്ലാത്തവരായി തീരുന്നൊരനുഭവം അതെനിക്ക് വളരെ കുറ്റബോധം തോന്നി. അങ്ങനെ പല പ്രാവശ്യം ചോദിച്ചപ്പോൾ ചേട്ടൻ എനിക്ക് അനുവാദം തന്നു സ്നാനപ്പെടാൻ. അങ്ങനെ 1997 ജനുവരി 3-ാം തീയതി ദൈവത്തെ സ്നാനപ്പെടുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. അത് ദൈവം എനിക്ക് ചെയ്ത വലിയ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എങ്ങനെയെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ എങ്ങനെയാണ് വന്നതെന്ന്. അന്ന് ഞാൻ സ്നാനപ്പെടുന്നതിൻ്റെ തലേ ദിവസം എനിക്ക് വളരെ ഭാരമായിരുന്നു. എങ്ങനെ ദൈവകൽപ്പന അനുസരിക്കുകയാണ്. അപ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ ഭാവിയൊക്കെ ഓർത്ത് ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ ആ സങ്കീർത്തനമാണ് വായിച്ചത്. 103-ാം സങ്കീർത്തനം. തൻ്റെ നീതി തൻ്റെ മക്കളുടെ മക്കൾക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ദയ ഉണ്ടാകുമെന്ന ആ വചനം ഞാനിന്ന് ഓർക്കുന്നു. അത് തന്നെ ദൈവം ആശ്വസിപ്പിച്ചു. അന്ന് മുതൽ ഇന്ന് വരെയും ദൈവം നടത്തി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. കുഞ്ഞുങ്ങൾ അതുപോലെ മമത അവിടെ തൊട്ടുള്ളത് കൊണ്ട് അവരുടെ കൂടെ സൺഡേ സ്കൂളിൽ പഠിക്കാൻ വരാനും ഒക്കെ ദൈവം സഹായിച്ചു. അങ്ങനെ 99 നമ്മുടെ ഒരു ജനറൽ കൺവെൻഷന് ചേട്ടനും ഈ 3 കുഞ്ഞുങ്ങളും കൂടി മന്തിയും നമ്മുടെ 2 കുഞ്ഞുങ്ങളും കൂടെ ഒരു വർഗീസ് അബ്രഹാം പാസ്റ്ററെ പ്രസംഗത്തിൽ ദൈവ സന്നിധിയിൽ സമർപ്പിപ്പാനും സ്നാനപ്പെടുവാനും ദൈവം ഇടയാക്കി. ദൈവം അങ്ങനെ കുഞ്ഞുങ്ങളെയും ഈ കൃപയിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ മോൻ എപ്പോഴും പറയും, നമ്മുടെ സെൻട്രൽ പാസ്റ്റർ കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ മടങ്ങി വരവ് പ്രസംഗിക്കുമ്പോൾ അവൻ പറയും, ഞാൻ മാത്രമായിട്ടില്ലല്ലോ, എനിക്ക് ഭയം തോന്നുന്നു എന്ന്. അങ്ങനെ അവനും 10ൽ പഠിക്കുമ്പോൾ ദൈവകൽപ്പന അനുസരിച്ച് ദൈവഭാഗത്തേക്ക് കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്തു. 3 മക്കൾ ഞങ്ങൾക്ക് കുടുംബമായി ദൈവത്തെ സേവിപ്പാൻ ദൈവം സഹായിച്ചു. അത് ഞാൻ സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിലും എനിക്ക് സ്നാനപ്പെടാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. ഞാനെപ്പോഴും പറയും ദൈവത്തോട്, കർത്താവേ അവിടുന്ന് സംസാരിച്ചല്ലാതെ എനിക്ക് സ്നാനപ്പെടാൻ കഴിയില്ല എന്ന്. അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിൽ നിന്ന് അത് പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേ അന്ന് ഇവിടെ വന്നപ്പോൾ CC ചാക്കോ പാസ്റ്ററാണ് ശുശ്രൂഷിക്കുന്നത്. പക്ഷേ CV പോളപ്പച്ചൻ അന്ന് ഗസ്റ്റായിട്ട് വന്ന് CV പോളപ്പച്ചനാണ് പ്രസംഗിച്ചത്. അന്ന് പ്രസംഗിച്ച വചനം യെശയ്യാ 60:1 എഴുന്നേറ്റ് പ്രകാശിക്കുക, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. ആ വാക്യം വായിച്ചു. അതുപോലെ തന്നെ എഫേസ്യർ 5:14 എഴുന്നേറ്റ് പ്രകാശിക്കുക, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുക. ഈ 2 വാക്യങ്ങളും തമ്മിൽ പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം വളരെ, ദൈവമേ നമ്മുടെ ഹൃദയം എത്ര മാത്രം അറിഞ്ഞ് സംസാരിക്കുന്നൊരു ദൈവമാണോ, ഇനി ഇതെന്നോടാണ് സംസാരിച്ചതെന്ന് പറഞ്ഞ് ഞാൻ അപ്പോൾ തന്നെ എഴുന്നേറ്റ് എന്നെ തന്നെ എനിക്ക് സ്നാനം വേണമെന്ന് ആവശ്യപ്പെടുവാനിടയായി. അങ്ങനെയാണ് സ്നാനപ്പെടാൻ ദൈവം സഹായിച്ചത്. ദൈവം വളരെ കരുണ ചെയ്തു. വലിയ രക്ഷ ദൈവം ഞങ്ങൾക്ക് നൽകി തന്നു. 3 കുഞ്ഞുങ്ങളും ദൈവത്തിൻ്റെ കൈറങ്ങളിലാണ് ഞാൻ ഏൽപ്പിച്ചത്. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. ദൈവം അവരെ ചോദിക്കുന്നില്ല നനയ്ക്കുന്നില്ല അത്യന്തപരമായി നടത്തി. നല്ല മരുമക്കളെ ദൈവം നൽകി തന്നു, കൊച്ചുമക്കളെ നൽകി തന്നു. അവർക്ക് നല്ല വിദ്യാഭ്യാസവും ഇതൊക്കെ കൊടുത്ത് ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ എല്ലാ നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ പല വചനങ്ങളും അനുഭവിപ്പാൻ ക്ഷാമകാലത്ത് ക്ഷേമത്തോടെ പോറ്റുന്ന, ശത്രുക്കൾക്ക് മുമ്പാകെ മേശയൊരുക്കി നടത്തുന്ന ദൈവം. അതുപോലെ കൂട്ടുകാരിൽ പരമായി ഇന്ന് കേട്ടതുപോലെ ആനന്ദതൈലം കൊണ്ട് നിറച്ച് അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനെ ലജ്ജിച്ചു പോകാതെ നടത്തിയ ദൈവത്തിൻ്റെ കരുണ സ്നേഹമൊക്കെ അനുഭവിപ്പാൻ സഹായിച്ചു. ദൈവം സൗഖ്യദായകനെന്ന് അനുഭവിപ്പാൻ. ചേട്ടന് പലപ്പോഴും രോഗത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഉദ്ധാരണങ്ങളുടെ ദൈവം മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കൊക്കെ നൽകി എല്ലാവർക്കും അറിയാവുന്നതാണ്. ദൈവം എത്രത്തോളം ദൈവം നടത്തിയ എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഞാൻ രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ എനിക്ക് എൻ്റെ ആശ്രയം രക്ഷ ദൈവം, അതുമാത്രമാണ് ഇതാണ് സത്യദൈവം എന്നുള്ളൊരു ബോധ്യം. എന്നാൽ എനിക്ക് നിത്യതയെക്കുറിച്ചോ സ്വർഗത്തിനെക്കുറിച്ചൊന്നും യാതൊരു അറിവില്ലായിരുന്നു. എന്നാൽ പിന്നീട് അതൊക്കെയും മനസ്സിലാക്കി തന്നു ദൈവം. ഞാൻ ഓർത്ത് ഇത്ര വലിയ രക്ഷയാണല്ലോ. പാട്ടുകാരൻ പടിയതുപോലെ ഉന്നത വിളിയാൽ വിളിച്ചു, എന്നാൽ ലഭിച്ചതോ ഉള്ളിൽ പോലും നനച്ചതല്ല. ഇതൊന്നും ചിന്തിച്ചിട്ടല്ലോ കടന്നു വന്നത്. എന്നാൽ ദൈവം ഇത്ര വലിയ രക്ഷ നൽകി തന്നതിനായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ എൻ്റെ 2 കുഞ്ഞുങ്ങളുടെ വിവാഹവും കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ
പെട്ടെന്ന് തന്നെ അകത്ത് ഞാനിങ്ങനെ അടുക്കളയിൽ നിൽക്കുമ്പോൾ എനിക്കത് വലിയൊരു വിഷയമായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ. അപ്പോൾ ഞാനെപ്പോഴും അതുമാത്രമാണ് ചിന്തിച്ചും പ്രാർത്ഥിച്ചൊക്കെ ഇരുന്നിരുന്നത്. അതിനുശേഷം ദൈവാത്മാവ് എന്നോട് നീ ചോദിച്ച കാര്യം ഞാൻ നിനക്ക് ചെയ്തു തന്നു, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നൊരു ചോദ്യം പോലെ എൻ്റെ ഹൃദയത്തിൽ കടന്നു വരുവാനിടയായി. ഞാനപ്പോഴാണ് ചിന്തിച്ചത്, ശരി, എത്രയും നാൾ നമ്മൾ പ്രാർത്ഥിച്ചതും അല്ല എനിക്ക് വേണ്ടിയായിരുന്നു, ദൈവത്തിന് വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ കർത്താവേ, ദൈവം തരുന്ന കൃപയ്ക്കൊത്തവണ്ണം ദൈവം ഞങ്ങൾക്ക് ചെയ്ത അത്ഭുതങ്ങളെ വർണ്ണിപ്പാൻ ഘോഷിപ്പാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയുവാനിടയായി. ദൈവം തരുന്ന കൃപയ്ക്കൊത്തവണ്ണം പിന്നീട് 2 വാക്യം കൂടെ ഞാൻ പറയുകയാണ്. വചനമൊക്കെ വായിച്ചപ്പോൾ ഈ വചനമൊക്കെ ഗ്രഹിപ്പാൻ ദൈവം എനിക്ക് കണ്ണുകളൊക്കെ പ്രകാശിപ്പിച്ചു തന്നു, ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെപ്പാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിൽ മത്തായി 9 കാണുന്നു, ഇടയനില്ലാത്ത ആടുകളെ പോലെ ജനം കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് യേശുവിൻ്റെ മനസ്സലിഞ്ഞു. അതുപോലെ മരണത്തിനായി കൊണ്ടുപോകുന്നവരെ വിടിവിക്കുക, കൊലയ്ക്കായി വിറച്ച് ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. ഈ 2 വചനമൊക്കെ വായിച്ചപ്പോൾ ഞാൻ, കർത്താവെ, ഞങ്ങൾ ആ അവസ്ഥയിലായിരുന്നല്ലോ, നമ്മുടെ വീട്ടിൽ ഇപ്രകാരം വന്നതുകൊണ്ടാണല്ലോ ഈ രക്ഷ നമുക്ക് ലഭിച്ചത്, അതുകൊണ്ട് ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കുവാനും ദൈവനാമത്തിന് വേണ്ടി കടന്നുപോയി ദൈവം തരുന്ന കൃപയ്ക്കൊത്തവണ്ണം ഞങ്ങളോട് ഇടപെടുന്നവരോട്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊക്കെ സുവിശേഷം പറയുവാൻ ദൈവം തന്നെ വളരെ സഹായിച്ചു. അപ്രകാരം ദൈവം ആയുസ് തരുന്നിടത്തോളം ദൈവനാമത്തിന് വേണ്ടി കുടുംബമായി നിൽപ്പാൻ സഹായിക്കേണ്ടതിന്, അതുപോലെ ചേട്ടന് ദൈവം അത്ഭുതകരമായി അതിശയകരമായാണ് ഞങ്ങളെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവം നടത്തുന്നത്. ദൈവത്തിൻ്റെ വലിയ ദയയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം നല്ലവനെന്ന് രുചിച്ചറിയുവാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഒക്കെ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഇന്ന് വരെയും പ്രാർത്ഥനയൊക്കെ ദൈവം പല പ്രാർത്ഥനയ്ക്കും ഉത്തരം നൽകിയിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇന്നുവരെ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ലഭിക്കാത്തൊരു പ്രാർത്ഥനയാണ് ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ ചേട്ടൻ്റെ വീട്ടിൽ നിന്നായാലും എൻ്റെ വീട്ടിൽ നിന്നായാലും ആരും ഇതുവരെയും വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ഞാൻ അവരെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വലിയ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ഞാൻ ദൈവത്തിൽ ആശിക്കുന്നു, വിശ്വസിക്കുന്നു. അതിനായി ദൈവജനം എല്ലാവരും പ്രാർത്ഥിക്കണം. അതുപോലെ ഞാൻ പറയുകയാണ്, ഞാൻ വിശ്വാസത്തിലേക്ക് ഞങ്ങൾ വരുമ്പോൾ മാത്യസ്വരം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ കടന്നു വരും മുമ്പേ ഇവിടെ സഭയിൽ കുറച്ച് സഹോദരന്മാർ ഞങ്ങളെയൊക്കെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിച്ച അനുഭവങ്ങൾ. അപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു കൂട്ടം ജനങ്ങൾ, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ വീട്ടിലൊരു പെന്തക്കോസ്ത് കുടുംബം വാടകയ്ക്ക് താമസിച്ചിരുന്നു. ആ അമ്മച്ചെന്നു ഞങ്ങളോട് സുവിശേഷം, അതുപോലെ ഞങ്ങൾ കല്ലിന് തിരിവയ്ക്കുമ്പോഴൊക്കെയും പറയും. പക്ഷേ അന്നൊക്കെ അമ്മച്ചീനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു അവരൊക്കെയും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്രത്തോളം സഭ വളരെയധികം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവദാസന്മാർ കാലാകാലങ്ങളിൽ ഒക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി പറയുകയാണ്. ദൈവദാസന്മാർക്ക് നന്ദി. ദൈവത്രത്തോളം കൊണ്ടുവന്ന കർത്താവിൻ്റെ ദയയ്ക്കായി നന്ദിയോടെ സ്തോത്രം. പിന്നെയും വീണു പോകാതെ താണു പോകാതെ ദൈവകൃപയിൽ അന്ത്യത്തോളം നിലനിൽപ്പാൻ ദൈവം സഹായിക്കേണ്ടതിന് എല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇത്രത്തോളം ഞങ്ങൾ നടത്തിയ ദൈവത്തെ, ഈ വലിയ രക്ഷ ഞങ്ങൾക്ക് നൽകി തന്ന ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സാക്ഷ്യത്തിൽ. പ്രിയ ഉഷ ആൻറ്റി, വിശ്വാസത്തിൽ വന്ന സാഹചര്യങ്ങളും വഴികളും നമുക്കിവിടെ കേൾക്കുവാനിടയായി. അത് നമ്മുടെ ജീവിതത്തിനും പ്രചോദനമാവട്ടെ. ആ കുടുംബത്തെ ദൈവം ഇനിയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തതായി ജനറൽ ബൈബിൾ കേസ് സിസ്റ്റർ ആനി ഡേവിസ്. പ്രൈസ് ലോർഡ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പാസ്റ്റേഴ്സ്, കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയ്ക്ക് ശേഷം PIPയിൽ പങ്കെടുക്കാൻ പിന്നെയും നമുക്ക് ദൈവം ഒരുക്കി തന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമൊക്കെ കേൾപ്പാനിടയായി. ഞാനും ആദ്യമായിട്ടാണ് സഹോദരിയുടെ സാക്ഷ്യം കേൾക്കുന്നത്. വളരെ അനുഗ്രഹമായിരുന്നു. ദൈവവചനത്തിൻ്റെ ബൈബിളിൽ ഭൂമിയിലുള്ളതും ഉയരത്തിലുള്ളതും സ്വർഗത്തിലുള്ളതും ഒക്കെ അറിയുവാൻ നമുക്ക് ഈ പുസ്തകത്തിലൂടെ സാധിക്കും. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം മനുഷ്യൻ്റെ ഓരോ അവയവങ്ങളും എങ്ങനെ ആയിരിക്കണമെന്നും ഇതിൽ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ മൂക്ക് ഞെക്കിയാൽ ചോര വരും, ഹൃദയം കഠിനമാക്കരുത്, കാലിനെ സൂക്ഷിക്കുക, കൈയിനെ സൂക്ഷിക്കുക, അങ്ങനെ ഓരോ അവയവങ്ങളെക്കുറിച്ചും ദൈവം വ്യക്തമായി ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാനിവിടെ പറയുന്നത് കണ്ണിനെ കുറിച്ചാണ്. ഒരിക്കലും തൃപ്തി വരാത്തൊരു അവയവമാണ് കണ്ണ്.
ഞാൻ ആ കണ്ണിനെക്കുറിച്ച് വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മുടെ ദേവദാസനിലൂടെ കേട്ടു കണ്ണ് ചൂടുള്ളതാണെങ്കിൽ എല്ലാം ശരിയാവുമെന്ന്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കുഞ്ഞുങ്ങളോടല്ല, എ ഗ്രൂപ്പ് സഹോദരന്മാർ, ബി ഗ്രൂപ്പ് സഹോദരിമാർ. മരണം വരെ കണ്ണ് മങ്ങാതിരുന്നവൻ ആര്? മോശ. വീഴുമ്പോൾ കണ്ണ് തുറന്നിരുന്നത് ആര്? ബിലിയാം. കർത്താവിൻ്റെ കണ്ണ് ആരുടെ നേരെ തുറന്നിരിക്കുന്നു? അല്ല 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 ഭക്തന്മാരുടെ നേരെ. നല്ല കുട്ടി. കണ്ണും ദൃഷ്ടിയൊക്കെ ഒന്ന് തന്നെയല്ലേ? ഓക്കെ. കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നവൻ വരുത്തുന്നത് എന്ത്? ഞാൻ വളരെ സിമ്പിളല്ല എല്ലാം. യഹോവയുടെ കണ്ണ് ആരെ നോക്കുന്നു? അല്ല 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 അല്ല. സമയം കഴിഞ്ഞു. അല്ല അല്ല. ആൻസർ ഞാൻ പറയുന്നു. യഹോവയുടെ കണ്ണ് പരിജ്ഞാനമുള്ളവനെ നോക്കുന്നു. അടുത്ത ദിവസം സദൃശവാക്യം 22:12. അടുത്തത് ആരോടാ? അവിടെ. കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത് എന്ത്? ഇന്ന് സഹോദരി പറഞ്ഞു കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന സാക്ഷ്യം. എന്താണ് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത്? അല്ല. കൽപ്പന. യഹോവയുടെ കൽപ്പന, സങ്കീർത്തനം 19:9. കണ്ണടയ്ക്കുന്നവൻ നിരൂപിക്കുന്നത് എന്ത്? കണ്ണടയ്ക്കുന്നവൻ നിരൂപിക്കുന്നത് എന്താണെന്ന്? അല്ല. ആരാ? അല്ല അല്ല. സഹോദരിമാരെ അല്ല. ജ്യോതി പറയില്ലേ? ജ്യോതിക്കൊക്കെ കിട്ടണതാണല്ലോ. സമയം കഴിഞ്ഞു. വക്രത. കണ്ണടയ്ക്കും. ബൈബിളുള്ളതുപോലെ പറയണം. വക്രത. സദൃശം 16:30. ഇനി ആരാ? ഏതാ സഹോദരി? യഹോവയുടെ 7 കണ്ണ് ആരുടെ കയ്യിലെ തൂക്കുകട്ട ആണ് കണ്ടത്? സക്രിയാവ് ബുക്കല്ലേ? ചെരുബാബേല്. ആരാ പറഞ്ഞേ? അടുത്തത് ദുഃഖം കൊണ്ട് കണ്ണു കുഴിഞ്ഞവൻ ആര്? സഹോദരന്മാരെ, ദുഃഖം കൊണ്ട് കണ്ണു കുഴിഞ്ഞവൻ ആര്? അല്ല. എല്ലാവരും യോബ് പറയുന്നതന്നെ വിചാരിച്ച്. ആരാ പറഞ്ഞ ഇവിടെ? ജ്യോതി. ദാവീദ്. സാം 6:7. ഒരു പ്രതിമ തൻ്റെ കണ്ണിന് നേരെ നിന്നു എന്ന് പറഞ്ഞതാര്? സഹോദരിമാര്, എലിഫസ്, ലോവിസ്. എൻ്റെ കണ്ണ് ഇനി നന്മയെ കാണുകയില്ല എന്ന് പറഞ്ഞതാര്? അല്ല. ഇയ്യോബ്. ആരാ പറഞ്ഞേ? വറീസ് ബ്രദർ. എങ്ങനെയുള്ള കണ്ണാണ് പാപം ചെയ്യുന്നത്? സഹോദരന്മാരല്ലേ? എങ്ങനെയുള്ള കണ്ണാണ് പാപം ചെയ്യുന്നത്? അല്ല അല്ല. സഹോദരിമാര്, ഞാൻ പറഞ്ഞോട്ടെ. ഗർവുള്ള കണ്ണ് പാപം ചെയ്യുന്നു. സങ്കീർത്തനം 21:4. കണ്ണിന് ഇമ്പമായിരിക്കുന്നത് എന്ത്? സഹോദരിമാരെ, കണ്ണിന് ഇമ്പമായിരിക്കുന്നത് എന്ത്? ജ്യോതി ഇല്ല. സഹോദരന്മാരെ, അതൊരു ഇതുണ്ട്. അതങ്ങനെയല്ല. അതിൻ്റെ വേർഡ്സ് വ്യത്യാസമുണ്ട്. കണ്ണിന് ഇമ്പമായിരിക്കുന്നത്.
അതല്ല, ഇവിടെ അതല്ല. സൂര്യനെ കാണുന്നത് സദൃശവാക്യം 11:7. ഇനി അടുത്തത്, ശൗൽ കണ്ണ് കാണാത്തവനായി എത്ര ദിവസം ഇരുന്നു? സിമ്പിൾ. അത് നീ കണ്ണുരുട്ടുന്നത് എന്ത്? ആരോട് പറഞ്ഞു? സഹോദരന്മാരെ, നീ കണ്ണുരുട്ടുന്നത് എന്ത്? അല്ല മോനെ. സഹോദരന്മാരെ, നീ കണ്ണുരുട്ടുന്നത് എന്ത്? ആരോട് പറഞ്ഞു? കഴിഞ്ഞോ? ടൈം കഴിഞ്ഞു. എലിഫസ് ഇയ്യോബിനോട്. അടുത്തത് സഹോദരനോട്, ഞാൻ കുരുടന് കണ്ണും മുടന്തന് കാലുമായിരുന്നു എന്ന് പറഞ്ഞതാര്? ഇയ്യോബ്. നീ എനിക്ക്, ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്, നീ എനിക്ക് കണ്ണായിരിക്കുമെന്ന് മോശ ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ചോദ്യം കൂടി ആവർത്തിക്കാം. നീ എനിക്ക് കണ്ണായിരിക്കുമെന്ന് മോശ ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അളിയനാണ്, പേര് തെറ്റ്. മോശയുടെ അളിയനാണ്, പേര് പറയണം. അല്ല, അത് ചേട്ടനാ. ആരാ സഹോദരിമാര്? അല്ല മോനെ, കിട്ടുവോ? പറയണ്ടല്ലോ. എന്താ? അല്ല, ഹോബാബ്. ഉത്തരം ഹോബാബ്. ഇനിയും ഒത്തിരി ഞാൻ എഴുതിയിട്ടുണ്ട്. സമയം അടുത്ത ആൾക്ക് ചാൻസ് കൊടുക്കുകയാണ്. ഓക്കെ. ഇത്രത്തോളം ദൈവം അനുവദിച്ചു തന്നതിനായി എല്ലാവരോടും നന്ദി പറയുന്നു, പ്രിയപ്പെടുന്നു. താങ്ക് യു ഓളോ. ഇന്നത്തെ ബൈബിൾ ക്വിസിൻ്റെ വിജയി സിസ്റ്റർ ലോവീസ്. പ്രൈസ് ലോർഡ്. ഇന്നത്തെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിരിക്കുന്നത്. അടുത്തതായി ആശംസാ സന്ദേശം അധ്യക്ഷൻ. ദൈവത്തിന് സ്തോത്രം. ഇപ്രകാരം നമുക്കൊരു പ്രാവശ്യം കൂടിയും PA മീറ്റിംഗായി കൂടി വരുവാൻ ദൈവം സഹായിച്ചു. ഇത്രത്തോളം പ്രോഗ്രാംസ് നമുക്ക് ദൈവസന്നിധിയിൽ അവതരിപ്പിക്കാൻ ദൈവം സഹായിച്ച് അവതരിപ്പിച്ച എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഇനിയും ദൈവത്തിനായി ഓരോ ദിവസവും പ്രയോജനപ്പെടുവാൻ ദൈവം അവരെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മൾ ഓരോ ദിവസവും വഴി നടത്തുന്നത് നമ്മൾ പലപ്പോഴും ഒരു ചെറിയ ചിന്തയായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഡെയിലി രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്കാണെങ്കിൽ ജോലിക്ക് പോകുന്നു, പഠിക്കാനാണെങ്കിൽ സ്കൂളുകളിലേക്ക് പോകുന്നു, തിരിച്ച് ഭവനത്തിലേക്ക് വരുന്നു. നമ്മളൊരു ലൂപ്പിൽ പെട്ട പോലെയാണ് നമ്മൾ ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്. കാലത്ത് എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഓഫീസിൽ പോകുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടക്കുന്നു. ഒരു ഇങ്ങനെ കഠിന പ്രയത്നം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, വിശ്രമമില്ലാതെ കഠിന പ്രയത്നം ചെയ്യുന്നു. എങ്കിലും നമ്മൾ ഈ ജീവിതത്തിൽ സംതൃപ്തിയുള്ളവരാണോ? നമ്മൾ എത്രയൊക്കെ ചെയ്താലും നമുക്ക് ചെറുതായിട്ട് ഇനിയും പോരാ, ഇനിയും പോരാ, ഇനിയും വേണം, ഇനിയും വേണം, അങ്ങനൊരു മൈൻഡിലാണ് നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം ഫുൾഫിൽ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ എന്ന് നമുക്കറിയുന്നില്ല. ചെയ്തതിലാകട്ടെ നമുക്കൊരു തൃപ്തിയോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അത് പേഴ്സണലി നമ്മൾ ഒറ്റയ്ക്ക് ശോധന ചെയ്യുകയാണെങ്കിൽ അത് എന്തുകൊണ്ടാവാം. നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പെന്തിക്കോസ്തുകാരാണ്, വിശ്വാസികളാണ്, ദൈവത്തിൽ ആശ്രയിച്ചാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. നമ്മളോടൊക്കെ ചോദിച്ചാൽ പറയാം, നമുക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ എത്രത്തോളം അതിലെല്ലാം വിശ്വസ്തരാണ്? നമ്മളൊരു ചടങ്ങെന്നതിനുപരി ദൈവസന്നിധിയിൽ എത്രത്തോളം വിശ്വസ്തരായിട്ടാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ദൈവം ഈ സ്ഥിതികളെല്ലാം മാറ്റുവാൻ സാധിക്കും. ഇന്ന് പാസ്റ്റർ പ്രസംഗിച്ചതുപോലെ സക്കായിൻ്റെ കാര്യം പറഞ്ഞു. സക്കായി കാട്ടത്തിമേൽ കയറിയത് തൻ്റെ വിശ്വാസം മൂലമല്ല, ദൈവം എങ്ങനെയുള്ളവനെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് സക്കായി കാട്ടത്തിന്മേൽ കയറിയത്. അത് കർത്താവ് കണ്ടു. അവനോട് പറഞ്ഞത്, ഞാൻ ഇന്ന് നിന്നോട് കൂടെ പാർക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ഇത്രയും വിശ്വസ്തയോടെ ദൈവവിശ്വാസത്തിൽ നിന്നിട്ട്
ദൈവത്തിന് വേണ്ടി ആ വിശ്വസ്തത ഒന്നുകൂടി നമുക്ക് ദൃഢമാക്കാൻ സാധിക്കുമെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിലും വലിയ അത്ഭുതങ്ങളെയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ദൈവം സഹായിക്കും. അവസാനമായി ഞാൻ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനം 133. നമുക്കെല്ലാവർക്കും പരിചിതമായ സങ്കീർത്തനമാണ്. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. അതിനകത്ത് വീട് മാറ്റിയിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും പേര് നമുക്ക് വെച്ച് നോക്കിയാലോ. യഹോവ ജോളിയെ പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ ജാഗരിക്കുന്നു. ഞാൻ എത്രത്തോളം എൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട്, എന്നെ പണിയാൻ വേണ്ടിയിട്ട് ഓരോ ദിവസം ഇപ്പോൾ ഭക്ഷണത്താലായാലും ജോലിയാലായാലും പഠനത്താലായാലും നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ പുഷ്ടിയുള്ളവരാക്കുമ്പോഴും ദൈവം ആ വീട് പണിയുന്നില്ലെങ്കിൽ, ദൈവം എന്നെ പണിയുന്നില്ലെങ്കിൽ പണിയുന്ന ഓരോ കാര്യങ്ങളും വൃഥ ആയി പോകുന്നു. അതുപോലെ തന്നെ യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. നിങ്ങൾ അതികാലത്ത് എഴുന്നേൽക്കുന്നതും, അതായത് ഞാൻ അതികാലത്ത് എഴുന്നേൽക്കുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്ത് തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. നമ്മൾ എത്രയൊക്കെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാണോ അത്രത്തോളം ദൈവം നമ്മളെ മാനിക്കും. രഹസ്യത്തിൽ നമ്മുടെ വിഷമങ്ങളെ പ്രയാസങ്ങളെ അറിയുന്ന കർത്താവ്, അവൻ അത് പരസ്യത്തിൽ നമ്മളെ ഓരോരുത്തരെയും മാനിക്കാൻ സഹായിക്കും. ചിലപ്പോൾ നമുക്ക് ജീവിക്കുമ്പോൾ പ്രതിസന്ധികളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, മറ്റുള്ളവരുടെ മുൻപിൽ നിന്ദകളെ അനുഭവിക്കാം. സങ്കീർത്തനം 118:22 പറയുന്നത് പോലെ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായിരിക്കുന്നു, ഇത് യഹോവയെ സംഭവിച്ചു മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫ് ഈ ദിവസങ്ങളിൽ നമ്മൾ എവിടെയാണ് കുറവുള്ളവരെങ്കിൽ അതെല്ലാം നിരപ്പാക്കി ഓരോ ദിവസം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കാൻ തയ്യാറായെങ്കിൽ ദൈവം നമ്മളെ മാനിക്കും. അത് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായും തോന്നും വണ്ണം ദൈവം നമ്മളെ ഓരോ ദിവസവും വഴി നടത്തും. എനിക്കിങ്ങനൊരു അവസരം നൽകിയ PAPയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. അടുത്തതായി പ്രാർത്ഥന ആശീർവാദം പാസ്റ്റർ. ഇന്ന് അധ്യക്ഷനായ ജോണിയോടുള്ള നന്ദിയെ ഇത്രത്തെ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ഇന്ന് പ്രോഗ്രാം അവതരിപ്പിച്ചവർക്ക് പ്രോത്സാഹന സമ്മാനം PAP ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മുന്നോട്ട് വന്ന് മേടിക്കുക. ഫാമിലി സോങ്ങിന് വേണ്ടിയിട്ട് പ്രവീൺ വന്ന് മേടിക്കുക. മഹത്വം. നമ്മുടെ സഭായോഗാനന്തരം ഈ ആഴ്ചയിൽ നമ്മുടെ PAP മീറ്റിംഗ് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാനിടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രോഗ്രാംസ് കൂടുതലെടുത്താൽ സമയം പോകുമെന്ന് കണ്ട കാര്യങ്ങളൊക്കെ പരിമിതപ്പെടുത്തി, അതുകൊണ്ട് നമുക്ക് സമയത്ത് മീറ്റിംഗ് അവസാനിപ്പിക്കുവാൻ ഇടയായി. എല്ലാ പ്രോഗ്രാമുകൾക്കായും സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾ കുറേ കൂടെ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. നമുക്ക് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരായ സ്നാനപ്പെട്ട ഈ യൗവനക്കാർ കൂടെയൊക്കെ പ്രോഗ്രാം കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നമ്മുടെ ഓസ്റ്റിനെ ഇങ്ങനെയൊക്കെയുള്ള ഇവർക്കൊന്നും ഞാൻ വന്നതിന് ശേഷം ഇതുവരെ അവരാരും ഇവിടെ പ്രോഗ്രാം നടത്തുന്ന കണ്ടിട്ടില്ല. കാരണം അവർ സ്നാനപ്പെട്ടവരും അഭിഷേകം പ്രാപിച്ചവരും കർത്തൃമേശയെ സംബന്ധിക്കുന്നവരൊക്കെയാണ്. കാരണം ഇവർക്ക് പ്രോഗ്രാംസ് ഇല്ലാഞ്ഞതിനാൽ അവർ വല്ലാതെ വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ PAP സെക്രട്ടറിയുടെ ഒരു അപേക്ഷ, അടുത്ത PAPയിലെ ഇവരെ നിങ്ങളൊന്ന് പരിഗണിക്കണം. അതുപോലെ ഇവിടെ അതുപോലെയുള്ള കൊച്ചു സഹോദരിമാരെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പ്രായമുള്ളവരൊക്കെ ഇതിൽ കാണിക്കുന്ന ഉത്സാഹത്തിന് വളരെ നന്ദിയുണ്ട്. നല്ല സാക്ഷ്യം ടെസ്റ്റിമണിയൊക്കെ വളരെ നന്നായിരുന്നു. ഷാൻഡിയുടെ നമ്മുടെ പ്രവീൺ ഫാമിലി, പ്രവീണിൻ്റെ മൈക്കിന് സൗണ്ട് കൊടുക്കാഞ്ഞതുണ്ട്. എല്ലാവരും ഗ്രൂപ്പ് സോങ്ങൊക്കെ വളരെ മനോഹരമായിരുന്നു. എല്ലാ പ്രോഗ്രാംസ് ബൈബിൾ കിസ് ആണെങ്കിലും എല്ലാം വളരെ നന്നായിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കുറേ കൂടെ ഭംഗിയായ എല്ലാ കാര്യവും നടക്കാനിടയാകട്ടെ. നമ്മുടെ അധ്യക്ഷ പ്രസംഗമായി ചെയ്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇത് പോരാ എന്നുള്ള ചിന്തയാണ് കൂടുതലും ആളുകൾക്കുള്ളത്. എന്നാൽ ഉള്ളതിൽ സംതൃപ്തരായി ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഓർപ്പിച്ചു. ജോളി നമ്മുടെ PAPയുടെ മേഖലാ സെക്രട്ടറി ആയിട്ട് വർഷങ്ങളായി ഉണ്ടായിരുന്ന ആളാണ്. ഇപ്രാവശ്യത്തെ ജനറൽ ബോഡിയിൽ അദ്ദേഹം മാറി. ജോളിയുടെ ശാരീരിക വിഷയങ്ങളും അപ്പോൾ തന്നെ തൻ്റെ ജീവിത സാക്ഷിയൊക്കെ തൻ്റെ അവസാന വാക്കുകളിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഓക്കെ, തീർച്ചയായും അതൊക്കെ തൻ്റെ ജീവിതത്തിലും വലിയ അനുഗ്രഹമായി ദൈവം മാറ്റട്ടെ.
ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ PIPയുടെ പ്രവർത്തനങ്ങളെ കർത്താവ് സഹായിക്കട്ടെ. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചതുകൊണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, അങ്ങയുടെ വലിയ സാന്നിധ്യം ഇത്രത്തോളം ഞങ്ങളോട് കൂടെ ഇരുന്നത് കൊണ്ട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ആരാധന കർത്താവ് ഞങ്ങൾക്ക് തന്നു. അതിനുശേഷമായി PIP മീറ്റിംഗായി തിരുസന്നിധിയിൽ കൂടി വരുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അവസരം ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ PIP പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണം. ഉത്തരോത്തരം കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി അധികം പ്രയോജനത്തോടെ നിൽക്കാൻ കർത്താവ് ഇടയാക്കണം. PIPയുടെ പ്രവർത്തനങ്ങളെയൊക്കെ സഹായിക്കണം. സഭയുടെ പുത്രീയ സംഘടനകളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കായും സ്തോത്രം. അങ്ങയുടെ നാമത്തെ മാനിച്ചർപ്പിച്ച സ്തോത്ര കാഴ്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ രാജ്യത്തിൻ്റെ കെട്ടുമണി കാരണമായി തിരുവാൻ ദൈവമിടയാകണം. ഇപ്പോൾ ഞങ്ങൾ സമാധാനത്തോടെ പിരിയട്ടെ. തമ്മിൽ കാണുവോളം കൃപയിൽ മറയ്ക്കും. അങ്ങയുടെ വരവിനായി ഒരുക്കും. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി പ്രാർത്ഥന കേൾക്കുമാറാകണമേ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്ക അടിയാരെ യഹോവായേ, മനസ്സലിവുടയ മകോന്നത പരനി വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മകോന്നത പരനി വന്ദനം. പിതൃപരിശുദ്ധാത്മത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൂട്ടായ്മയ്ക്കാവലും നാം ഓർത്ത് പ്രാർത്ഥിച്ച സമസ്ത വിഷയങ്ങളോട്, ഭവനങ്ങളിലേക്ക് കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരോട്, ഓൾ ഇന്ത്യ ശുശ്രൂഷ സംബന്ധിച്ച ഏവരോടും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ മടങ്ങി വരവരുണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഈ പകൽ നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ, ആമേൻ, ആമേൻ.